പിണറായി വിജയൻ സാർ. ഓക്കെ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ യൂണിഫോം കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം പിണറായി സാർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കഴിവ് കൊടുക്ക, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നല്ലൊരു കഴിവ് കൊടുക്കും പിള്ളേരെ, പ്ലീസ്. ഓക്കെ ഓക്കെ, പിണറായി സാർ പ്ലീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. അതല്ല, എനിക്ക് മനസ്സിലാവുന്നത് ഈ നായ്ക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. ഇത് കുറയ്ക്കുന്നത് കൊണ്ടുവന്നുണ്ട്. ഇന്ന് വിവോയുടെ സക്സസ് മീറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന സംസ്ഥാന സമ്മേളനമാണ്. അതിലേറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിലേക്ക് ആകർഷിച്ച നിറമെന്ന് പറഞ്ഞാൽ ഈ റെഡ് കാർപ്പറ്റാണ്. ഇവിടെ ചുവപ്പായിട്ട് കാണുന്നത് മാത്രമേ. പിന്നെ നിങ്ങളിട്ടിരിക്കുന്ന ഈ വേഷമുണ്ടല്ലോ, അതിൻ്റെ കളറുണ്ടല്ലോ, അത് എന്നെ ഭയപ്പെടുത്താൻ സാധിക്കും. എന്നെ ഭയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടാ, നിങ്ങൾ അത്ഭുതത്തോടുകൂടി എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ. ഊരിപ്പൊടിച്ച കത്തിയും ഉയർത്തിപ്പൊടിച്ച മടിവാൾക്കിടയിലൂടെ നെഞ്ചു വിരിച്ച് വന്നിട്ടുള്ള ചരിത്രമുണ്ട് പിണറായി വിജയന്, ഇല്ലേ? ഇവിടെ തൊട്ടടുത്തിരിക്കുന്നവന് മൊബൈൽ പൊടിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുകയാണ്. നിനക്ക് നാണമില്ലേ? അവന് പിടിക്കാൻ അവൻ കഴിയില്ലേ? അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും പേര് കറുത്ത പെരിയിട്ടപ്പോൾ വെള്ള ഷർട്ടിട്ട് പെട്ടെന്ന് എനിക്ക് കണ്ടിൽ പിടിക്കുമത്. അപ്പൊ എന്തായാലും നിങ്ങളെ കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ധർമ്മമെന്ന് പറഞ്ഞാൽ. വലിയ ചിരിയൊന്നും വേണ്ട, അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളോട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ചിരിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി വരുമ്പോൾ ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും ഈ കൈപൊക്കി കാണും. ഞാനെന്നെ കൈപൊക്കേണ്ടത് ഇങ്ങനെയല്ലേ ഞാൻ കൈപൊക്കാറ്? പിന്നെ എല്ലാവരും പറയാറുണ്ട് പിണറായി വിജയൻ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ പിണറായി വിജയൻ ചിരിക്കുന്നത്? ഞാനെങ്ങനെയാ ചിരിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മറ്റൊരു വ്യക്തി കടന്നു വരട്ടെ, എന്നാലും കൂടുതൽ ഇതാവണം. मेरा प्यारा विवाह, मेरा प्यारा विवाह, मेरा बेटा बेटिया, मेरा बेटा എവിടെയായിരുന്നു बेटा? ഇത്രയും നേരം मेरा बेटा बोलो बेटा, बोलो बेटा, എവിടെയായിരുന്നു? അദ്ദേഹം ഊമയാണെന്ന് തോന്നുന്നു. എന്നോട് അധികം ഡയലോഗ് അടിക്കരുതെന്നല്ലേ പറഞ്ഞത്? അത് മോദിജിക്ക് മനസ്സിലായിട്ടില്ലേ? കഥ അല്ലേ? നിങ്ങൾ ഇവിടെയായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ചു. मेरा बेटा എല്ലാ സുഖമല്ലേ? വീട്ടിൽ എല്ലാവർക്കും मेरा बेटा का नाम क्या है? नियाज. मेरा बेटा नियाज बहुत बढ़िया. तुम्हारा बेटा बहुत बढ़िया है. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ മോതിരത്തിൻ്റെ കളർ ചുവപ്പാണ്, അതുകൊണ്ട് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് KGF റോക്കി ബോയ് ആണ്. അതെ, എനിക്ക് ആ ടോക്സിക് സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല. അത് എന്തൊക്കെ കാണിച്ചു? ഒരു സമൂഹത്തിനെതിരെ എന്ത് മെസ്സേജാണ് ഇതിന് കൊടുക്കുന്നത്? ഇതാണ് വയലാറോ? मेरा वयलार जी, तुम्हारा പാട്ടുകളെല്ലാം ഞാൻ കാണാറുണ്ട് ജി. പാലി ഞങ്ങൾ ഒരു പാട്ട് പാടിയിട്ട് मेरा बेटा बेटिया
ഞങ്ങൾ പാടിയാൽ നിങ്ങൾ കൂടെ പാടില്ലേ മേരാ ബേട്ട ചുമ്മാറാ बहुत बढ़िया है അപ്പോൾ ഞങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് വിവോട് സ്വന്തമായിട്ട് വലിയൊരു കമ്പനി ഉണ്ടെന്ന് കരുതി ഇതെല്ലാം മൊബൈലിൽ പടർത്താതെ ഈ രക്ഷപ്പെട്ടു. ആ മൊബൈലിന്റെ കളർ ചുവപ്പാണ്. കറുത്ത വരിയായിട്ട് നിന്റെ കടത്ത് പുറത്തെന്ന് പറയേണ്ടത്. എന്തായാലും നാളൊരു പാട്ട് പാടാം. നാളും പിണറായി ചേർന്നൊരു പാട്ട് എല്ലാവരും കൈയടിക്കില്ലേ? നന്നായിട്ടൊന്ന് കൂവിക്ക്. എന്നാ ആ പാട്ടിടും പിണറായി സോങ്